ഞാൻ ഈ ദർശനം, ഈ ഗബരന്താൾ സംഭവം അല്ലെങ്കിൽ ആ ദർശനം സ്ഥിരീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്വപ്നം കണ്ട് 1-2 ആഴ്ചകളോളം ഇത് വളരെ ഭയാനകമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് പുറത്താരോടും പറയാനോ അല്ലെങ്കിൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല, ആരോടും പറഞ്ഞില്ല. രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുമായിരുന്നു ഈ സ്വപ്നത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഞാൻ ക്രമേണ ഇതെല്ലാം മറന്നു. 98 ഈ ശാലോമിൻ്റെ പുസ്തകം കാലത്തിൻ്റെ അടയാളം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ കന്യാമറിയം വിവിധ മനുഷ്യർക്ക് നൽകിയ യുഗാന്ത്യ സന്ദേശങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ആ ബുക്ക്. ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ പുസ്തകം മേടിച്ചു, വായിച്ച ശേഷം എനിക്ക് തന്നു വായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യുഗാന്ത്യത്തിന് മുമ്പായിട്ട് ഒരു മഹാമുന്നറിയിപ്പ് വരും, ഒരു ചുവന്ന കുരിശ് അല്ലെങ്കിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെടും എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഞാനിത് വായിച്ചുവെങ്കിലും ഞാനിത് കാര്യം എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷേ ഞാനിത് വായിച്ചു. പക്ഷേ 1 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രെയർ, വ്യക്തിപരമായ പ്രാർത്ഥനയിലിരിക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് ഈ പറഞ്ഞ പുസ്തകത്തിലെ ആ സംഭവവും 1 വർഷം മുമ്പ് ഞാൻ കണ്ട ആ സ്വപ്നത്തിൻ്റെ കാര്യവും ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലായി, ഇത് സത്യമായും യുഗാന്ത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ദർശനം ഗബരന്താൾ സന്ദേശമാണെന്ന് ഞാൻ ഉറപ്പാക്കിയത്. അതേ തുടർന്ന് പിന്നീടുള്ള വർഷങ്ങളിൽ എനിക്ക് ഇഷ്ടംപോലെ യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം മുന്നറിയിപ്പുകളും ദർശനങ്ങളും ലഭിക്കാൻ തുടങ്ങി. അന്ന് കിട്ടിയ ആ ദർശനങ്ങളുടെയും അല്ലെങ്കിൽ ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ലോകത്തിൽ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അന്ന് കണ്ടത് ഇതാണല്ലേ, അല്ലെങ്കിൽ ഇന്ന കാര്യമാണെന്ന് ഈശോ മുൻകൂട്ടി കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ അങ്ങനെ 1997 മുതൽ എനിക്ക് അനേകം ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന അനേക സംഭവവികാസങ്ങളുടെ എല്ലാം മുൻപേ അഥവാ അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അതുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ഈശോ തരാറുണ്ട്. അങ്ങനെ ലഭിച്ചിട്ടുള്ള ഓരോ സന്ദേശങ്ങളെയും ഓരോ ദർശനങ്ങളെയും കുറിച്ച് ഞാൻ അടുത്ത വീഡിയോകളിൽ പറയുന്നതായിരിക്കും.